أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ അവധിക്കാലം കഴിഞ്ഞ് അവരുടെ ക്ലാസ് റൂമുകളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. മക്കളുടെ പഠന സാമഗ്രികൾ നമ്മൾ ഒരുക്കുകയാണ്. വീണ്ടും ഒരു മഴക്കാലത്ത് മക്കളെ സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുകയാണ്. മതപഠനത്തിൻ്റെയും മദ്രസയുടെയും ഒക്കെ പ്രാധാന്യം പലതവണ ഈ മിമ്പറുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഭൗതിക പഠനം അതും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ആദ്യ വഹി തന്നെ ഇഖ്റ, നീ വായിക്കണം എന്നുള്ളതാണ്. ആദ്യ വഹിയിലെ 6ഓളം പദങ്ങൾ ഇൽമുമായി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ എന്ന് 2 തവണ ആദ്യത്തെ വഹിയിൽ വന്നു. അല്ലമ എന്ന പ്രയോഗം 2 തവണ വന്നു. ഖലം, പേന എന്നതൊരു തവണ വന്നു. യഅലം, അങ്ങനെ 6ഓളം പദങ്ങൾ ആദ്യത്തെ വഹിയിൽ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പഠിക്കുക, വിദ്യാഭ്യാസം നേടുക, ഭൗതിക വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. അറിവുമായി ബന്ധപ്പെടുത്തിയാണ് എഴുത്തും വായനയും പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എഴുത്ത് അഭ്യസിക്കണം, നന്നായി വായിക്കാൻ അറിയണം, ഭാഷാപരമായ കഴിവുകൾ നേടണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം നമ്മുടെ ജീവിത രീതി എളുപ്പമാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 കാര്യങ്ങൾ കാണിക്കപ്പെട്ടാൽ അതിൽ എളുപ്പമുള്ള രീതിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ തിരഞ്ഞെടുക്കുക. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ വലം തുബഅസു മുഅസ്സിരീൻ. എളുപ്പം ഉണ്ടാക്കാനാണ് നിങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, പ്രയാസം ഉണ്ടാക്കാനല്ല. അപ്പോൾ വിദ്യാഭ്യാസം എളുപ്പം നൽകുന്നു. ഒരു കാലഘട്ടങ്ങളിൽ വസ്തുക്കൾ വലിച്ചു കൊണ്ടുപോയിരുന്നു. നല്ല ഭാരമുള്ള ഒരു വസ്തു മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ അത് കയറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന രീതിയായിരുന്നു. ഒരുപാട് കാലത്തെ പഠനത്തിലൂടെയാണ് ഒരു വൃത്താകൃതിയിൽ ഒരു വസ്തു കൊണ്ടുപോകുമ്പോൾ അതിന് വേഗത കൂട്ടും എന്ന ഒരു കണ്ടെത്തലുണ്ടാവുകയും ചക്രം കണ്ടുപിടിക്കുകയും ചെയ്തത്. ആ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. അതുവരെ പ്രയാസപ്പെട്ടു കൊണ്ടുപോയിരുന്ന വസ്തുക്കൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചു. ഒരുപാട് കാലത്തെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെത്തിയത്. ഇത് വിദ്യാഭ്യാസപരമായ ഒരു ചുവടുവെപ്പാണ്. അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ അത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എളുപ്പം നൽകുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടണം, കമ്പ്യൂട്ടർ പരിജ്ഞാനം നമ്മൾ നേടണം, പുതിയ കാലഘട്ടത്തിലെ പുതിയ സാങ്കേതിക വിദ്യകൾ അറിഞ്ഞുകൊണ്ട് വേണം വിശ്വാസികൾ മുന്നോട്ട് പോകേണ്ടത്. ആധുനിക സയൻസിൻ്റെ പിതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ അതിൽ പല ആളുകളും മുസ്ലിമീങ്ങളാണ്. മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ യൂറോപ്പ് ഇരുട്ടിലകപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ആ യൂറോപ്പിൻ്റെ മുന്നിൽ വെളിച്ചവുമായി നടന്നിരുന്നത് ഇസ്ലാമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1000 വർഷം മുമ്പ്
അന്നത്തെ പൗരാണികമായ സർവകലാശാലകളെ പരിശോധിക്കുമ്പോൾ എത്രയെത്ര തലയെടുപ്പുള്ള മുസ്ലിം സർവകലാശാലകൾ നമുക്ക് കാണാൻ കഴിയും. അസൈത്തൂന സർവകലാശാല, കൈറോയിലെ അൽ അസ്ഹർ, അതുപോലെ തന്നെ സ്പെയിനിലെ കൊർഡോവ, അങ്ങനെയുള്ള എത്രയെത്ര സർവകലാശാലകൾ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സർവകലാശാലകൾ ഇന്നും നിലനിൽക്കുകയാണ്. ന്യൂട്ടൻ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ, ആ സംഭാവനകൾക്ക് തുല്യമായ സംഭാവനകളാണ് മഹാനായ ഇബ്നു ഹൈസം ലോകത്തിന് നൽകിയിട്ടുള്ളത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അത്രയും ശാസ്ത്രീയമായി സേവനങ്ങൾ ചെയ്ത ശാസ്ത്രജ്ഞന്മാർ മുസ്ലിം സമുദായത്തിൽ കടന്നുപോയിട്ടുണ്ട്. മഹാനായ ഇമാം ഗസാലിയുടെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വൈദ്യശാസ്ത്ര രംഗത്തെ പല പുതിയ പഠനങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ നമ്മുടെ മുൻഗാമികൾ അവർ എല്ലാ അർത്ഥത്തിലും അന്ന് നിലനിന്നിരുന്ന വിദ്യാഭ്യാസം, അന്ന് നിലനിന്നിരുന്ന അറിവുകൾ ആർജിച്ചെടുക്കുകയും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തു. ഇന്ന് പലപ്പോഴും നമ്മുടെ സമുദായം എവിടെ നിൽക്കുന്നു? ഇന്ന് എവിടെയാണ് മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നത്? അത് മഹല്ലുകൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. നേതാക്കന്മാർ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. വിളിച്ചിട്ട് ചോദിക്കാണ്, ഇതാ എൻ്റെ മോള്, എൻ്റെ മോന്, അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവിടെ പ്രാർത്ഥനയുടെ സമയത്ത് കുരിശിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മകൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവന് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അവൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തല മറക്കാൻ പറ്റില്ല. അപ്പോൾ തല മറക്കാതെ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം? എൻ്റെ മകൾക്ക് അവൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവളുടെ തുണി, അവളുടെ വസ്ത്രം മുട്ടിന് താഴേക്കിറക്കാനുള്ള അനുവാദമില്ല, എന്ത് ചെയ്യണം? ആരായി ചോദിക്കുന്നത്? വിദ്യാഭ്യാസത്തിൻ്റെ മുന്നിൽ നടന്ന, യൂറോപ്പിന് വെളിച്ചം കാണിച്ച ഒരു സമുദായത്തിൻ്റെ പിൻഗാമികൾ ഞങ്ങളുടെ മക്കളെ എവിടെ പഠിപ്പിക്കണം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. എന്നാണ് ഇനി നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവുക? നമ്മുടെ മക്കൾക്ക് നമ്മുടെ ദീൻ പണയം വെക്കാതെ അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകാനുള്ള ആലോചനകളെ കുറിച്ച് എന്നാണ് ഇനി മഹല്ലുകൾ ചിന്തിച്ചു തുടങ്ങുക? ഇത് നിസ്സാരമായ വിഷയമല്ല. വളരെ ഗൗരവത്തോടുകൂടെ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതിന് മുന്നിൽ നിൽക്കാൻ മഹല്ല് സംവിധാനങ്ങൾ ഉണ്ടാകണം. പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ ഒരു കുട്ടി അവൻ്റെ സ്വപ്നങ്ങൾ ചിറകറ്റു പോകരുത്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. പഠിക്കുന്ന സംസ്കാരത്തിലേക്ക് ഈ സമുദായം എത്തണം. മക്കളോട് പറയണം, മക്കളെ പഠിക്കണം. നീ പഠിക്കുന്ന ബയോളജി, നീ പഠിക്കുന്ന സുവോളജി, നീ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും, അതിൻ്റെയൊക്കെ പിതാക്കന്മാരെ പഠിക്കുമ്പോൾ അവിടെ ഈ സമുദായത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാക്കന്മാരെ നിനക്ക് കാണാൻ കഴിയും. അവരാണ് ഈ വിജ്ഞാന ശാഖകൾക്ക് തുറവി നൽകിയത് എങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ഈ സമുദായത്തിൽ ഉണ്ടാകണം. അല്ലാതെ ഒരു ഡിഗ്രി എടുത്ത് നേരെ ഗൾഫിലേക്ക് കയറി ഏതെങ്കിലും ബക്കാലയിൽ ജോലി ചെയ്യുക, അതല്ല നിന്റെ സ്വപ്നം. മകനെ പിടിച്ച് ഇരുത്തി പറഞ്ഞു കൊടുക്കണം. ആ ജോലി മോശമാണെന്നല്ല പറഞ്ഞത്, അതിലൊതുങ്ങേണ്ടതല്ല നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങൾ. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ളവൻ്റെ പേപ്പറിലേക്ക് നോക്കി എന്തെങ്കിലുമൊക്കെ നോക്കി എഴുതി വെച്ച് അങ്ങനെ ഒരു ഡിഗ്രി നേടിയെടുത്ത് അതോടുകൂടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ. ആഴത്തിൽ പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് അവരെ ചേർത്തിരുത്തി വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാട് നൽകാൻ സാധിക്കേണ്ടതുണ്ട്. പഠിക്കണം മക്കൾ. പഠിക്കാൻ കഴിവുള്ളവർ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ സ്വപ്നങ്ങൾ ചിറകറ്റുപോകരുത്. അതിനുള്ള സംവിധാനങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് കണ്ടെത്തണം. അതുപോലെ മറ്റൊരു വിഷയമാണ്, പെണ്ണെന്തിനാണ് പഠിക്കുന്നത്? ആരാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ? മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ളതല്ലേ? എന്തിനു പഠിപ്പിക്കണം എന്നാണ്? എന്തിനു പഠിപ്പിക്കണം എന്ന് ചോദിച്ചാൽ, ഒരു ഉമ്മത്തിനെ സൃഷ്ടിക്കാൻ,
ഒരു നല്ല സമുദായത്തെ സൃഷ്ടിക്കാൻ. അതിനാണ് പെണ്ണ് പഠിക്കുന്നത്. നമ്മളെ വീട്ടിലേക്ക് സ്കൂൾ ബാഗും പിടിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ ആ പഠിച്ച ഭാഗങ്ങൾ നമ്മളോട് ചോദിച്ചതാരാണ്? ഉമ്മയാണ്. അവർക്കറിയുന്ന അവരുടെ മുറി ഇംഗ്ലീഷ് വെച്ച്, അവരുടെ ചെറിയ വിദ്യാഭ്യാസം വെച്ച് നമ്മളെ പഠിപ്പിച്ചതാരാണ്? ഉമ്മയാണ്. ഒരു ഉമ്മയാണ് ഒരു ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ നമ്മുടെ മുൻഗാമികൾ, മഹദികൾ, അവർ വിജ്ഞാന രംഗത്ത് നിറഞ്ഞു നിന്നവരാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ 1/4 ലോകത്തെ പഠിപ്പിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അശ്ശിഫാ ബിൻത് അബ്ദില്ലാ അൽ അദവിയ്യ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയ്ക്ക് എടുത്തു പഠിപ്പിക്കാൻ റസൂലുള്ളാഹി നിയോഗിച്ചത് അവരെയാണ്. മഹാനായ ഇമാം സുഹ്രി റഹ്മഹുല്ലാ, ഇമാം സുഹ്രി വളരെ ചെറിയ പ്രായത്തിൽ ദീനു പഠിക്കാൻ ഉസ്താദിന്റെ അരികിൽ ചെന്നപ്പോ അന്ന് ഉസ്താദ് നൽകിയൊരു വസിയത്തുണ്ട്, ഒരു ഉപദേശമുണ്ട്. മോനെ, നിനക്ക് ഇൽമിനോട് അടങ്ങാത്ത താല്പര്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എങ്കിൽ ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം. നീ അറിവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ അറിവിന്റെ ഒരു മഹാകേദാരം ഈ നാട്ടിലുണ്ട്. അറിവിന്റെ ഒരു വലിയ സൗദം ഈ നാട്ടിലുണ്ട്. അംറ ബിൻത് അബ്ദുറഹ്മാൻ, അംറയുടെ അരികിൽ ചെന്നുകൊണ്ട് നീ വിജ്ഞാനം പഠിക്ക്. അവരുടെ അരികിൽ ചെന്ന് വിജ്ഞാനം പഠിച്ച് മഹാനായ ഇമാം സുഹ്രി പറഞ്ഞത്, ഇന്ന് ഞാനിതാ വിജ്ഞാനത്തിന്റെ കടലിനെ കണ്ടിരിക്കുന്നു. വിജ്ഞാനത്തിന്റെ ഒരു മഹാസമുദ്രം അത് ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ദീനിൽ അറിവുള്ള, ഭൗതിക വിഷയങ്ങളിൽ അറിവുള്ള, ആഴത്തിൽ അറിവുള്ള ഈ സമുദായത്തിലെ ഉമ്മമാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾ അവർ പഠിക്കണം. ഹഫ്സ ബിൻത് സീരീൻ, മഹാനായ ഇമാം ഖതാദ അവരുടെ അധ്യാപികയാണ്. ഇമാം ഖതാദയെ സൃഷ്ടിച്ച ഹഫ്സ ബിൻത് സീരീൻ ഖത്തീബുൽ ബഗ്ദാദി ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതനാണ്. ആ ഖത്തീബുൽ ബഗ്ദാദിയെ സൃഷ്ടിച്ചത് താഹിറ ബിൻത് അഹ്മദ്, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു അധ്യാപികയാണ്. എത്രയെത്ര അധ്യാപികമാരെ ഖത്തീബുൽ ബഗ്ദാദിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബഗ്ദാദിൽ അന്ന് ജഡ്ജുമാർ അവർക്ക് ഫറായിലിൽ, അനന്തരാവകാശ നിയമത്തിൽ വല്ല സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ, കണക്കുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞയക്കുന്ന അന്നത്തെ മുഫ്തിയുണ്ട്. അവർ ചോദിച്ചറിഞ്ഞിരുന്ന ഒരു പണ്ഡിതയുണ്ട്. അവരുടെ പേര് അമത്തുൽ വാഹിദ് എന്നാണ്. ഹദീസിൽ ആഴത്തിൽ അറിവ് നേടി, ഹദീസ് പഠിപ്പിച്ചു, ഖുർആൻ ഹിഫ്ളാക്കി, ഖുർആനിന്റെ വ്യത്യസ്ത പാരായണ നിയമങ്ങൾ പഠിച്ചു, അത് പഠിപ്പിച്ചു. അന്നുണ്ടായിരുന്ന ഗണിത ശാസ്ത്രത്തിൽ ഏറ്റവും അറിവുള്ള മഹദിയായി അവർ മാറി അമത്തുൽ വാഹിദ്. 10 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രമാണ്. 10 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതന്മാർക്ക് വിജ്ഞാനം നൽകിയ അധ്യാപികമാർ. അതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് വളരെ ഗൗരവമേറിയതാണ്. നമ്മുടെ മുൻഗാമികളായ മഹദികൾക്ക് അവരുടെ വേഷം വിജ്ഞാനം നേടാൻ തടസ്സമായിട്ടില്ല, അവരുടെ ദീൻ വിജ്ഞാനം നേടാൻ തടസ്സമായിട്ടില്ല. എങ്കിൽ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ അവരാഴത്തിൽ പഠിക്കണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. ആൺമക്കൾ അവർ നന്നായി പഠിക്കണം. അതോടൊപ്പം നമ്മളും പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. അല്ലാഹു ദീനും അതുപോലെ തന്നെ ഭൗതികമായ വിജ്ഞാനങ്ങളും ആഴത്തിൽ പഠിക്കാനും അത് ഉപകാരപ്പെടുന്ന വിജ്ഞാനമാക്കി തീർക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.